രാജ്യത്തെ കൽപ്പിത സർവകലാശാലകളെ മികവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര മനുഷ്യവിഭവശേഷി മന്ത്രാലയം എ, ബി, സി എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചു. എല്ലാ യോഗ്യതകളുമുള്ള സർവകലാശാലകളാണ് എ വിഭാഗത്തിൽ. അമൃത വിശ്വവിദ്യാപീഠവും കേരള കലാമണ്ഡലവും അടക്കം 38 സർവകലാശാലകളാണ് മികവിൽ ഏറ്റവും മുന്നിൽ. അതേസമയം ബി വിഭാഗത്തിലുള്ള തിരുവനന്തപുരത്തെ IISTക്ക് കുറവുകൾ പരിഹരിക്കാൻ 3 വർഷത്തെ സമയമാണ് മന്ത്രാലയത്തിന്റെ അവലോകന സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. 44 കൽപ്പിത സർവകലാശാലകളുടെ അംഗീകാരം പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത്. നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. എങ്കിലും ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക തീരുന്നില്ല. ചട്ടങ്ങൾ പാലിക്കാതെയും ആവശ്യമായ സൗകര്യങ്ങളില്ലാതെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാപകമായി കൽപ്പിത സർവകലാശാല പദവി നൽകിയതാണ് വിവാദത്തിന് കാരണം. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ കൽപ്പിത സർവകലാശാലകളെ മികവിന്റെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തിരിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ അവലോകന സമിതി റിപ്പോർട്ട് പുറത്തുവന്നത്. ഏറ്റവും മികവുള്ളതും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുള്ളതുമായ സർവകലാശാലകളാണ് എ വിഭാഗത്തിൽ. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമൃത വിശ്വവിദ്യാപീഠമാണ് മികവിന്റെ കൂട്ടത്തിൽ മുമ്പിൽ. കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ബയോടെക്നോളജി, നാനോ ടെക്നോളജി തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ പഠന ഗവേഷണങ്ങളിലെ മുന്നേറ്റമാണ് അമൃത സർവകലാശാലയ്ക്ക് എ ഗ്രേഡ് നേടിക്കൊടുത്തത്. അമൃതപുരിയിലും കൊച്ചിയിലുമടക്കം 5 ക്യാമ്പസുകളാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന് ഉള്ളത്. അമൃതയ്ക്ക് പുറമെ രാജ്യത്തെ മറ്റ് 37 സ്ഥാപനങ്ങൾക്കാണ് എ ഗ്രേഡ് ഉള്ളത്, കേരള കലാമണ്ഡലം ഉൾപ്പെടെ. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, നിംഹാൻസ്, മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നീ പ്രമുഖ സ്ഥാപനങ്ങളും എ വിഭാഗത്തിലാണ്. എന്നാൽ ബഹിരാകാശ പഠന സ്ഥാപനമായ തിരുവനന്തപുരത്തെ IISTക്ക് ബി ഗ്രേഡേ ഉള്ളൂ. തമിഴ്നാട്ടിലെ 11ഉം കർണാടകത്തിലെ 4ഉം ഡൽഹിയിലെ 2ഉം അടക്കം 44 കൽപ്പിത സർവകലാശാലകളാണ് ഈ വിഭാഗത്തിൽ. ഗവേഷണ മികവിലെ പോരായ്മയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമാണ് ഇവയെ ബി വിഭാഗത്തിലാക്കിയത്. 3 വർഷത്തെ സമയമാണ് മനുഷ്യവിഭവശേഷി മന്ത്രാലയത്തിന്റെ അവലോകന സമിതി ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിനകം കുറവുകൾ പരിഹരിച്ചില്ല എങ്കിൽ കൽപ്പിത സർവകലാശാല പദവി നഷ്ടമാകും. ഗുരുതര പ്രതിസന്ധി നേരിടുന്നവയാണ് സി വിഭാഗത്തിലെ 44 കൽപ്പിത സർവകലാശാലകൾ. ആവശ്യമായ യോഗ്യതകളില്ലാത്ത ഈ സ്ഥാപനങ്ങളുടെ പദവി ഉടൻ റദ്ദാക്കാനാണ് സമിതി ശുപാർശ ചെയ്തത്. ചെന്നൈയിലെ ഡോക്ടർ MGR സർവകലാശാല അടക്കം തമിഴ്നാട്ടിലെ 15 സ്ഥാപനങ്ങൾ ഈ വിഭാഗത്തിലാണ്. മഹാരാഷ്ട്രയിലെ 3ഉം ഡൽഹിയിലെ 1ഉം കർണാടകത്തിലെ 6ഉം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നഷ്ടമാവും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.